ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് മന്തിയാണ്. അതും പ്രഷർ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ട് 1 കിലോ ബീഫ് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതൊരു 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു മസാല പൗഡർ നമുക്ക് തയ്യാറാക്കാനായിട്ടുണ്ട്. അതിനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 1 ബേ ലീഫ്, 2 പീസ് പട്ട, 4-5 ഗ്രാമ്പു, 3-4 ഏലക്ക, പിന്നെ ഒരു സ്റ്റാർ അനീസ് ഇത്രയും എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫൈൻ പൗഡറായിട്ട് ആക്കി വെക്കണം. അത് നമുക്ക് റൈസ് വെക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഫൈൻ പൗഡറാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 സവോളയാണ്. അപ്പോൾ അതൊന്ന് നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 3 ടൊമാറ്റോ എടുക്കണം. അതും ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലാണല്ലോ മന്തി റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കുക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 പീസ് പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റണം. ഇനി അതിലേക്ക് ഒരു 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ നല്ലപോലെ മാഷായി കിട്ടിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കണം. ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്നില്ലേ, ആ പൊടിയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പൗഡർ ചേർത്ത് കൊടുക്കാം. പെപ്പറും മല്ലിയും പട്ടയൊക്കെ ഇട്ടിട്ട് ഒരു പൗഡർ ഉണ്ടാക്കിയില്ലേ, അതിൽ 2 ടേബിൾ സ്പൂൺ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതിൻ്റെ സ്റ്റോക്ക് വേണം. അതിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ബീഫ് വേവിച്ചെടുക്കണം. ഈ
കുക്കർ അടച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് ഒന്ന് നല്ലോണം കുക്കായി കിട്ടട്ടെ. അപ്പോൾ ഈ സമയം തന്നെ നമ്മൾ നേരത്തെ ഉപ്പ് ബീഫിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ബീഫിൻ്റെ പീസസൊക്കെ ഒരു ബൗളിൽ മാറ്റി വയ്ക്കാം. ഈ ഒരു സ്റ്റോക്കിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ സ്റ്റോക്ക് അളന്ന് വേണം എടുക്കാൻ. നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി സ്റ്റോക്കും ആവശ്യമെങ്കിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ പിന്നെയും ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ ബീഫിന് 1 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് റൈസ് ഞാനൊരു പാത്രത്തിൽ അളന്നിട്ട് ആ പാത്രത്തിൻ്റെ 2 ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ഈ റൈസ് ഒരു 20 മിനിറ്റെങ്കിലും വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. വെച്ചിട്ട് വേണം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അരി തിളയ്ക്കുമ്പോഴേക്ക് ഇട്ട് കൊടുക്കാൻ. എങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും റൈസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പ്രത്യേകിച്ച് എപ്പോഴും ബാസ്മതി റൈസ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതവിടെ കുക്കാവട്ടെ. അന്നേരം നമുക്ക് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ, ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബീഫിൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ല സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ അതിലെല്ലാം മസാലയും കൂടി നല്ലതുപോലെ ഫില്ലായിട്ട് നല്ല കുക്കായി കിട്ടണം. ഓൾറെഡി ബീഫ് നല്ല കുക്കായതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അതിന് തന്നെ റൈസും നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ട് 1 വിസിൽ മാത്രമേ ഇട്ടുള്ളൂ. 1 വിസിലിട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 വിസിലിടുമ്പോൾ തന്നെ നല്ലതുപോലെ റൈസ് കുക്കായി കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൽ നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ചാർക്കോൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. അടച്ചിട്ട് ഒരു 5 മിനിറ്റ് അതുപോലെ തന്നെ അടച്ച് വയ്ക്കണം. അപ്പോൾ ഈ സ്റ്റീമൊക്കെ അതിലിറങ്ങിയിട്ട് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് റൈസ് ഒരു സർവിംഗ് ബൗളിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബീഫിൻ്റെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പീസസ് വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളാണ്. ടൊമാറ്റോ ചട്നി റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി മല്ലിയിലയും 2 പച്ചമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും 2 തക്കാളിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.